Lord. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്റ്റേജിൽ ഇന്നത്തെ അധ്യക്ഷനായിരിക്കുന്ന ഈ സെൻറ്ററിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന കർത്താവിൽ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ബിജു പി മാത്യു, ബിജു പി ജോർജ്, അതേപോലെ തന്നെ ശ്രേഷ്ഠന്മാരായിരിക്കുന്ന കർത്തൃദാസന്മാർ പാസ്റ്റർ കെ കെ മാത്യു, അതേപോലെ ജെയിംസ് വർഗീസ് പാസ്റ്റർ, തോമസ് പാസ്റ്റർ, ഈ ആത്മീയ പോർക്കളത്തിൽ എന്നോട് കൂടെ അധ്വാനിക്കുന്ന ശ്രേഷ്ഠന്മാരായ കർത്തൃദാസന്മാർ, കടന്നു വന്നിരിക്കുന്ന സകല ദൈവമക്കൾ, ദൂരത്തും ചാരത്തും ഓൺലൈനിൽ കൂടിയൊക്കെയും ഞങ്ങളെ ശ്രദ്ധിക്കുന്നതായ പ്രിയപ്പെട്ടവർ, എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. പാസ്റ്റർ ബിജു പാസ്റ്റർ ഓർപ്പിച്ചതുപോലെ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ അനീഷ് തോമസ് യാത്രയിലാണ്, എത്തിക്കൊണ്ടേയിരിക്കുന്നു. എന്നാലും ചില മിനിറ്റുകൾ നിങ്ങളോട് ദൈവജനത്തിൽ സംസാരിപ്പാൻ ദൈവം ഒരുക്കി തരുന്ന എല്ലാ നല്ല അവസരങ്ങൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. 2025 എന്ന് പറയുന്ന വർഷം വളരെ സമാധാനപരമായി നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെ വിട്ടുപോയി എന്ന് ഞാൻ വിശ്വസിക്കുക. വ്യത്യസ്തമായ ആഗ്രഹങ്ങളും കാഴ്ചപ്പാടും ദർശനങ്ങളോടുകൂടി നമ്മൾ ഇറങ്ങിത്തിരിച്ചു. നമ്മൾ പ്രതീക്ഷിച്ചു. ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷകരമായിരുന്നു, ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ദുഃഖകരമായിരുന്നു. എങ്കിലും ദൈവം നമ്മളെ കൈവിട്ടില്ല. ദൈവം നമ്മളെ അത്ഭുതകരമായി പുതുവർഷത്തിലേക്ക് കരം പിടിച്ച് നടത്തി. ഒരു സന്തോഷമുള്ളത്, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവം, വാക്ക് പറഞ്ഞാൽ മാറാത്തവനായ കർത്താവ് എന്നും നമ്മളോട് കൂടെയുള്ള ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും പുതുവർഷത്തിലും അത്ഭുതകരമായി നമ്മളെ വഴി നടത്തുവാൻ ശക്തനെന്ന് ഉറക്കുകയും ചെയ്യുകയാണ്. മലബാറിനെ സംബന്ധിച്ചിടത്തോളം പ്രാരംഭ കാലങ്ങളിൽ ഞാൻ ഈ ദേശങ്ങളിലൊക്കെ കടന്നു പോകുവാനും കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ തോമസ് പാസ്റ്ററോട് ചേർന്ന പല സ്ഥലങ്ങളിലും അടയ്ക്കാക്കുണ്ട് മുതൽ ഗൂഡല്ലൂരിൻ്റെ ഭാഗം വരെയും മഞ്ചേരി വരെയും ഉള്ളതായ വിവിധ സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിൽ ആയിരിക്കാൻ ദൈവം എനിക്ക് കൃപ തന്നിട്ടുണ്ട്. ചന്തക്കുന്ന് ന്യൂ ദൈവസഭയുടെ ആരംഭത്തിലെ പ്രാരംഭ ശുശ്രൂഷകൻ ഞാനായി. ഒരുപാട് ഓർമ്മകൾ മലബാറുമായിട്ടുണ്ട്. ഇവിടുത്തെ മലയിടുക്കുകൾ എന്നൊക്കെ പറയുമ്പം എൻ്റെ യൗവനപ്രായത്തിൽ തന്നെ എനിക്കത് കണ്ടെത്തുവാനും ദൈവദാസനോട് ഒരുമിച്ച് ഇവിടെ ആയിരിക്കാനും ഇടയാക്കി തീർത്തത് എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ ഭാഗ്യമെന്ന് ഞാൻ കരുതുകയാണ്. വിശ്വാസം പഠിച്ചത് ഞാൻ മലബാറിൽ വെച്ച, വിശ്വാസത്തിൽ ഒന്നുകൂടെ ഉറയ്ക്കുവാൻ ദൈവം എന്നെ പഠിപ്പിച്ചത് ഇവിടെ വെച്ച. വിശ്വാസം കേട്ടിട്ടുണ്ട്. കൊച്ചു പ്രായം മുതൽ കർത്തൃദാസന്മാരിൽ കൂടി വിശ്വാസത്തിൻ്റെതായ പ്രസംഗങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അനുഭവിച്ചറിഞ്ഞത് മലബാറിലാണ്. അതുകൊണ്ട് മലബാർ എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയത്തില്ല. എനിക്ക് ആദ്യമായി സ്തോത്ര കാഴ്ച ലഭിച്ചത് കാരപ്പുറത്ത് വെച്ച 5 രൂപ. അതെൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ മറന്നിട്ടില്ല. ശുശ്രൂഷ കഴിഞ്ഞ് ഒരു 5 രൂപ ഒരു വിധവയായ ഒരു സഹോദരി എനിക്ക് തന്നത്, ആ കരം ഇതുവരെയും കുറിയിട്ടില്ല. ഇന്നും അത്ഭുതകരമായി എന്നെ ദൈവം നടത്തുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് മലബാറിനെ പറ്റി പറയാനുണ്ട്. ഓരോ കാര്യങ്ങൾ ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ചെയ്യുമ്പം പണ്ടത്തെ കാലങ്ങളൊന്നും മറക്കാൻ പാടില്ലല്ലോ. അനേകരും അത് മറക്കും. അവരുടെ അവസരങ്ങൾക്കനുസരിച്ച് അവർ യാത്ര ചെയ്യും. പക്ഷെങ്കിൽ വിശ്വാസത്തിൽ നിലനിൽക്കുന്ന ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം പണ്ടത്തെ കാലങ്ങളൊന്നും മറക്കരുത്. അത് ഓർത്ത് ദൈവം നടത്തിയ വഴികളെയൊക്കെ ഓർത്ത് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം, നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. ഈ മലബാറിനെ ഓർത്ത് ഒരുപാട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു അവസരം വീണ് കിട്ടിയതായി ഈ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് രാത്രി നിങ്ങളുടെ നടുവിൽ ദൈവവചനവുമായി നിൽക്കണമെന്നുള്ളത് എൻ്റെ പിന്നാലെ വരുന്ന ശക്തനായ ദൈവദാസൻ ശുശ്രൂഷിക്കുന്നതിന് മുമ്പ്
ഒരു ദൈവത്തിൻ്റെ പ്ലാൻ എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഒരു അവസരം ലഭിച്ചു. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. നമ്മളെല്ലാവരും വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കുന്നു. വാഗ്ദത്തങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. അത് ജീവിതത്തിൽ പ്രാപിക്കണമെന്നുള്ള വലിയ ആഗ്രഹത്തോടുള്ള ഒരു പോരാട്ടം, ഒരു യുദ്ധക്കളം, പോർവിളികളെ മുമ്പിൽ കണ്ടുകൊണ്ട് പ്രയാണം ചെയ്യുന്ന ദൈവമക്കളാണ് നാം. ക്രിസ്തുവിൽ കൂടി ലഭിക്കുന്ന വാഗ്ദത്തങ്ങൾ എങ്ങനെ പ്രാപിച്ചെടുക്കണം എന്നുള്ളതായ ദർശനം നമ്മുടെ ഉള്ളിലുണ്ട്, ആഗ്രഹമുണ്ട്. പലതും പ്രാപിക്കും, പലതും പ്രാപിക്കാൻ കഴിയുന്നില്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അവർ നിന്നോട് യുദ്ധം ചെയ്യും, ജയിക്കയില്ല താനും. യിരെമ്യാ പ്രവചന പുസ്തകത്തിൽ അതിൻ്റെ 1-ാം അധ്യായം 19-ാം വാക്യത്തിൽ പറയുകയാണ്, അവർ നിന്നോട് യുദ്ധം ചെയ്യും, നിന്നെ ജയിക്കയില്ല താനും. നിന്നെ രക്ഷിക്കുവാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. ആമേൻ. യുദ്ധം പ്രതീക്ഷിക്കാതെ ഉള്ളതായ ഒരു യാത്രയെങ്കിൽ നമ്മൾ ക്ഷീണിച്ചു പോകും. യുദ്ധമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോട് നാം യാത്ര ചെയ്യുകയാണെങ്കിൽ യുദ്ധം ചെയ്യുവാനുള്ള ഒരു കൃപ ദൈവം നമ്മുടെ മേൽ നൽകി തരും. ആമേൻ. ഏത് സാഹചര്യത്തിലും എനിക്കെതിരെ ഒരു യുദ്ധമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അപ്സെറ്റ് ആകുകയില്ല, നമ്മൾ ഒരിക്കലും നമ്മുടെ പ്രതീക്ഷ കൈവിടുകയില്ല. കാരണം യുദ്ധമുണ്ടാകുമ്പോൾ യുദ്ധം ചെയ്യുവാനുള്ള കഴിവും ദൈവം നമുക്ക് തരും. അത് വിശ്വസിച്ചുകൊണ്ടുള്ള ഒരു യാത്രയ്ക്കായി ഒരുങ്ങുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. അനേക ഭക്തന്മാരുടെ ജീവിതത്തിൽ പ്രാരംഭകാലങ്ങളിൽ അവർ ഇറങ്ങിത്തിരിച്ചപ്പോൾ ഒന്നും കണ്ടിട്ടല്ല അവർ ഇറങ്ങിത്തിരിച്ചത്. അവർ പോർക്കളത്തിലാണ്, കളിക്കളത്തിലല്ലെന്ന് അവർക്കറിയാമായിരുന്നു. അവരൊരു പോർക്കളത്തിലാണെന്നുള്ളതായ ഉറപ്പ്, അതിൻ്റെതായ ദൃഢനിശ്ചയം അവർക്കുള്ളതായിരുന്നത് കൊണ്ട് അവരുടെ യാത്രയിൽ എങ്ങോട്ടും കാലുകൾ മാറാതെ, കാലുകൾ ഇടറാതെ ദർശനത്തിനനുസരിച്ച് അവർ യാത്ര ചെയ്തുകൊണ്ട് അവരുടെ ജീവകിരീടത്തിലേക്ക് അവർ ഓടിയെത്തിച്ചേരുവാനിടയായി തീർന്നു. ഇന്ന് രാത്രിയിൽ ഞാൻ ഓർപ്പിക്കട്ടെ, എന്നെ കേൾക്കുന്ന ദൈവവൈദ്യത്തിലെ ഞാനും നിങ്ങളുമായിരിക്കുന്ന ഒരു യുദ്ധക്കളമാണെന്നുള്ളതായ ഒരു നിശ്ചയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. എന്നാൽ ഒരു സത്യം കൂടെ മറന്നു പോകരുത്, നിനക്ക് യുദ്ധമുണ്ടാകും, പക്ഷെങ്കിൽ അവർ നിന്നെ ജയിക്കുകയില്ല, നീ ആയിരിക്കും അവരെ ജയിക്കുന്നത്. കാരണം സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എന്നോടും നിങ്ങളോട് കൂടെയുണ്ടെന്ന് ഉറപ്പുള്ള ദൈവമക്കളൊക്കെ വലത് കരം ഉയർത്തി ആ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്, എന്നോട് കൂടെയുള്ളവൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയാണ്. അകലെ ചരാചരങ്ങളെ അണ്ടകടാകകളെ വാക്കുകളാൽ സൃഷ്ടിച്ചവനും നിർമ്മിച്ചവനുമായ ദൈവത്തിന്റെ മുമ്പിൽ ഒരു മനുഷ്യന് എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിയുകയില്ല. അവന്റെ മുമ്പിൽ സകലതും നഗ്നവും മലർന്നതുമാകുന്നു. സൂര്യന്റെ കീഴിലുള്ള സകലതും അവൻ നിർമ്മിച്ച വാക്കുകളാൽ ഉണ്ടാകപ്പെട്ടതാണെങ്കിൽ, സൂര്യൻ ഉൾപ്പെടെ സകലതും അവന്റെ വാക്കുകളാൽ നിർമ്മിച്ചതാണെന്നുണ്ടെങ്കിൽ അവന് കഴിയാത്ത ഒരു കാര്യമില്ലെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട് ഇന്ന് രാത്രിയിൽ? ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തി സമ്പന്നന്മാരോടുകൂടെ ഇരുത്തുന്ന ഒരു ദൈവം എനിക്കുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ കരങ്ങൾ ഉയർത്തി സ്വർഗത്തിലേക്ക് ആ കരമുയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. എന്നെ നടത്തുന്നവൻ, എന്നെ വഴി നടത്തുന്നവൻ സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായ ദൈവമെന്ന് വിശ്വസിച്ചുകൊണ്ടുള്ള ഒരു യാത്രയ്ക്കായി ഒരുങ്ങുവാൻ പുതുവർഷത്തിൽ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ക്ഷീണിച്ചു പോകരുത്, തളർന്നു പോകരുത്. നമുക്ക് മുമ്പിലുള്ള ഓട്ടം സ്ഥിരതയോടെ ഓടുക. സാഹചര്യങ്ങൾ എനിക്ക് നിങ്ങൾക്കും പലപ്പോഴും എതിരായി വിരോധമായി വന്നേക്കാം, പക്ഷെങ്കിൽ അത് ക്ഷീണിച്ചു പോകുന്നവനല്ല. അഭിഷേകം പ്രാപിച്ച ഒരു ദൈവപൈതൽ, കൃപ പ്രാപിച്ച ഒരു ദൈവപൈതൽ, ദർശനം പ്രാപിച്ച ഒരു ദൈവപൈതൽ, അവൻ അറിയാ എന്നെ ഞാൻ നടക്കുന്നത് വാക്കുകളാലല്ല, ഞാൻ നടത്തുന്നത് കാഴ്ചയാലല്ല, ഞാൻ വിശ്വാസത്താലാണ് ഞാൻ യാത്ര ചെയ്യുന്നത് എന്ന് വിശ്വസിക്കുവാൻ കഴിയുന്നുവെങ്കിൽ ഒന്നും നിന്റെ ജീവിതത്തിൽ നിനക്ക് എതിരായി മാറുകയില്ല. സകലതിനെയും താണ്ടി ചെല്ലുവാൻ. ഹല്ലേലൂയ. തമിഴിൽ ഇങ്ങനെ ഞങ്ങൾ പാടും, ഹല്ലേലൂയ പാടി പാടി അലകളെ ഞാൻ താണ്ടുവേൻ. എന്ന് പറഞ്ഞാൽ അലകൾ ഒരിക്കൽ പോലും നിൽക്കുകയില്ല. ഒരു തിരമാല കഴിഞ്ഞാൽ അടുത്ത തിരമാല ജീവിതത്തിലുണ്ട്. എന്നാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഹല്ലേലൂയ പാടിക്കൊണ്ടായിരിക്കാം അവൻ ഓരോ തിരമാലകളെയും അവൻ താണ്ടി താണ്ടി യാത്ര ചെയ്യുന്നത്. അങ്ങനെയുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി
യാത്രയിൽ ക്രിസ്തുവിൽ സന്തോഷത്തോട് നമ്മുടെ യാത്ര തിരിയുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ നിലമ്പൂർ നോർത്ത് ന്യൂ ചുറ്റുകൊണ്ട് നോർത്ത് സെൻട്രൽ കൺവെൻഷൻ പല വർഷങ്ങളായി ഇവിടെ നടക്കുന്നുണ്ട്. അതിന്റെ പിറകിൽ അധ്വാനിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കൾ, പ്രത്യേകിച്ച് ലോക്കൽ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ സുനിൽ പാസ്റ്റർ, കഴിഞ്ഞ ദിവസം താൻ ലോകത്തുനിന്ന് ഒരു ആക്സിഡന്റിൽ കൂടി മാറ്റപ്പെടണമായിരുന്നു. എന്നാൽ ദൈവം സ്വർഗത്തിലെ ദൂതൻ ഇറങ്ങി വന്ന് തന്നെ രക്ഷിച്ചു വിടുവിച്ചു. ഇന്ന് ഒരു ഒരു പോറല് പോലുമില്ലാതെ, ഒരു ഹല്ലേലൂയ, ഒരു തുള്ളി രക്തം പോലും തന്റെ ശരീരത്തിൽ നിന്ന് വെളിവരാതെ വണ്ണം ദൈവം തന്നെ ഇറങ്ങി വന്ന് വിടുവിച്ചു. ഇന്ന് രാത്രി ഞാൻ ഒരു സത്യം വിളിച്ചു പറയട്ടെ, എന്നെ കേൾക്കുന്ന ദൈവവൈദ്യരെ, നിനക്ക് ചുറ്റും അവൻ പരിചയ, നിനക്ക് ചുറ്റും അവൻ പരിചയ. കാറിന്റെ എയർ ബാഗ് വെളി വന്നതുകൊണ്ടല്ല നീ രക്ഷപ്പെട്ടത്, നിനക്ക് ചുറ്റും പരിചയായ സർവശക്തനായ ദൈവം നിന്നോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടല്ലേ നീ വെളിയെ വന്നത്. ഹല്ലേലൂയ, ആമേൻ. ദൈവമക്കളെ, നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെടുത്തരുത്, നമ്മുടെ വിശ്വാസം കൈവിടരുത്. എന്നെ നടത്തുന്ന, എന്നെ പുലർത്തുന്ന, എന്നെ വഴി നടത്തുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള വിശ്വാസത്തോട് നമ്മുടെ യാത്ര ചെയ്യുവാൻ നമുക്കിടയായി തീരട്ടെ. വേഗത്തിൽ ഇന്ന് രാത്രി ഒരു ചെറിയ ചിന്ത ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ അനീഷ് തോമസ് എത്ര മണിക്ക് ഇനി ഇവിടെ എത്തിയെന്ന് എനിക്കറിയത്തില്ല. എത്തുമ്പോൾ ഞാൻ നിർത്തും, അതുവരെ ഞാൻ പ്രസംഗിക്കും. പ്രൈസ് ദി ലോർഡ്. ആകയാൽ പ്രാർത്ഥനയോട് നമുക്ക് ദൈവസന്നിധാനത്തിലായിരിക്കാൻ ഇടയായി തീരട്ടെ. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 14-ാം അധ്യായം അതിന്റെ 14 വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്കായി വായിക്കാം. നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. നിങ്ങൾ എന്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. അതിന്റെ 12-ാം വാക്യം കൂടെ ഞാൻ വായിക്കുന്നു. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവിന്റെ ദാസൻ ഉദ്ഘാടന പ്രസംഗത്തിൽ ഓർപ്പിച്ചതുപോലെ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ എന്നൊക്കെ പറഞ്ഞ് ഒരു വിടവാങ്ങലിന്റെ ശുശ്രൂഷയോ തന്റെ അപ്പോസ്തലന്മാർ ശിഷ്യന്മാരുടെ നടുക്കിൽ ചെയ്യുമ്പോൾ വേദനിപ്പിക്കുന്നതായ അനുഭവങ്ങൾ മുമ്പിൽ കണ്ടുകൊണ്ട് യേശു ആശ്വാസ വചനങ്ങൾ പറഞ്ഞ് തന്റെ പ്രിയ സഹോദരന്മാരെ, ശിഷ്യന്മാരെ ആശ്വസിപ്പിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്? കലങ്ങിപ്പോകരുത്. നിങ്ങൾ എന്നിൽ വിശ്വസിപ്പീൻ, എന്റെ പിതാവിൽ വിശ്വസിപ്പീൻ. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് ഞാൻ നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഈ വാഗ്ദത്തങ്ങളൊക്കെ പ്രാപിക്കുമ്പോൾ ആത്മീയ കണ്ണുകൾ തുറക്കപ്പെടാത്ത നിലയിൽ ശിഷ്യന്മാർക്ക് ഇതിന്റെ ആഴം എന്തെന്ന് അറിയുവാൻ കഴിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം യേശു സാധാരണ ഉപമകളാൽ പ്രസംഗിക്കുന്നത് പോലെ, ഷെയർ ചെയ്യുന്നത് പോലെ, ഒരു സാധാരണ ഒരു വാക്കുകൾ എന്നുള്ള നിലയിലൊക്കെ ആയിരിക്കാം സാധുക്കളായിരിക്കുന്ന ഈ ശിഷ്യന്മാർ അവർ ഗ്രഹിക്കുന്നത്. കാരണം അതിന്റെ ആഴം എന്താണെന്ന് അവർക്കറിയത്തില്ല. യേശു പറയല്ലേ, ഞാൻ പോയി ഞാൻ തിരിച്ചു വരും. ഞാൻ പോകുന്നത് വെറുതെ അല്ല, നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ വേണ്ടി പോകുക. ഞാൻ പോയി സ്ഥലം ഒരുക്കി കഴിഞ്ഞാൽ നിങ്ങളെ എന്റെ അടുക്കൽ ചേർക്കേണ്ടതിന് ഞാൻ എന്ത് ചെയ്യും? വീണ്ടും വരും. ഈ വാക്കുകളൊക്കെ പറയുമ്പോൾ അതിൻ്റെതായ സത്യം, അതിൻ്റെതായ അന്തസ്സെന്ന് എന്നവർക്ക് ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാൻ കഴിയുന്നില്ല. കാരണം അവർ വിചാരിക്കുന്നത് ഈ യേശു അവരോട് കൂടെ ഉണ്ടാകും, അവർ ഇസ്രായേലിന്റെ രാജാവാകും. മാത്രമല്ല, റോമൻ ഗവൺമെന്റ് അധികാരത്തിൽ നിന്നും അവരെ വിടുവിച്ച് ഇസ്രായേൽ രാഷ്ട്രം രൂപീകരിച്ച് അതിൻ്റെതായ രാജ്യത്വത്തിലേക്ക് താൻ കടന്നുവരും. ആ സ്ഥാനത്ത് ഇസ്രായേൽ മുഴുവനും ഈ മശിഹയായിരിക്കുന്ന യേശുവിനെ അംഗീകരിക്കും. അങ്ങനെ വാഴ്ത്തപ്പെട്ടവനായ യേശു രാജാവായി ഈ ജനത്തെ നയിക്കും, ഇവൻ യഥാർത്ഥ മശിഹയാകും എന്നൊക്കെയുള്ളതായ ചിന്താഗതിയിൽ അവർ ഒരു വളരെ പ്രതീക്ഷയോടുകൂടെ യേശുവിനോട് കൂടെ യാത്ര ചെയ്യുക. കർത്താവായ യേശു ക്രൂശിൽ മരിക്കുമെന്നോ, അവൻ കല്ലറയിൽ അടക്കം ചെയ്യുമെന്നോ, കല്ലറ വിട്ട് ഉയർത്തെഴുന്നേൽക്കുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും അവർക്ക് ചിന്തിക്കാവുന്ന രീതിയിൽ ആത്മീയ കണ്ണുകൾ തുറക്കപ്പെട്ടിട്ടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമോ നിറവോ അതുവരെ പ്രാപിക്കാത്തത് കൊണ്ട് ആത്മീയ വെളിപ്പാടിലേക്ക് ഇറങ്ങി ചെല്ലുവാനും അവർക്ക് കഴിയുന്നില്ല.
ഈ ഒരു സാഹചര്യത്തിൽ യേശു ഇതൊക്കെ പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ ആശയങ്ങൾ എന്നതുപോലെ അവരത് ഹൃദയത്തിൽ കുറിക്കൊള്ളുക. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, യേശു അവരോട് പറയുന്ന വാക്കുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഞാൻ നിങ്ങളോട് പറയുന്നു, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പ്രോമിസ്, ഒരു വാഗ്ദത്തം ആർക്ക് കൊടുക്കുകയാണ്? ശിഷ്യന്മാർക്ക് യേശു കൊടുക്കുകയാണ്. ആമേ, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്ത പ്രവൃത്തി ചെയ്യും എന്ന് പറഞ്ഞാൽ യേശു ഇതുവരെ ചെയ്ത സകല പ്രവൃത്തിയും ആമേൻ നമ്മൾക്ക് വ്യക്തമായി പഠിക്കുവാൻ കഴിയുന്നത് ആമേൻ യേശുവിന് പ്രകൃതിയുടെ മേലും പാപത്തിന്റെ മേലും ആമേൻ രോഗത്തിന്റെ മേലും മരണത്തിന്റെ മേലും അധികാരമുള്ളവനെന്ന് തൻ്റെതായ പ്രവൃത്തിയിൽ കൂടെ ആമേൻ യേശു വെളിപ്പെടുത്തി കൊടുത്തു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ ആമേൻ എന്ന് പറഞ്ഞ് അവരെ ഉത്സാഹിപ്പിച്ച വഴി നടത്തിക്കൊണ്ട് പോകുന്ന ഈ ശിഷ്യന്മാരുടെ കണ്ണുകൾ തുറക്കപ്പെടുന്നില്ല. അവരോട് പറയുക, ആമേൻ ഞാൻ ചെയ്ത പ്രവൃത്തി നിങ്ങൾ അതിലും വലിയത് നിങ്ങൾ ചെയ്യും. എന്നിട്ട് പറയുന്നത്, ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. ആര് പോകുക? യേശു പിതാവിന്റെ അരികിലേക്ക് മധ്യസ്ഥത കഴിക്കുവാനായി കടന്നു പോകുക. ആകയാൽ ഇന്നലെ വരെ ഞാൻ ചെയ്തതിലും വലിയത് ദൈവം നിങ്ങളിൽ കൂടി ഈ ലോകത്ത് ചെയ്യും. ഹല്ലേലൂയ. ഞാൻ ഈ വേദഭാഗം വായിച്ചപ്പോൾ എന്റെ കണ്ണ് വ്യത്യസ്തമായ രീതിയിൽ, ആത്മീയ കണ്ണിന് ഒരു വെളിപ്പാട് ദൈവം എനിക്ക് തരിക. ഞാൻ ഈ ലോകത്തിൽ ഇരുന്നപ്പോൾ ഞാൻ ചെയ്തത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അതിലും വ്യത്യസ്തമായത്, അതിലും വലിയത് നിങ്ങൾ ചെയ്യും. കാരണം എന്തെന്നറിയാമോ? ഞാൻ പിതാവിന്റെ അരികിലേക്ക് കടന്നു പോകുക, ഞാൻ മധ്യസ്ഥത കഴിക്കുക. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, പത്രോസേ, നീ പ്രാർത്ഥിക്കുമ്പോ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിന് മുമ്പിൽ നിൽക്കുന്നവൻ, പത്രോസേ, നീ കടന്നു ചെല്ലുമ്പോ നിന്റെ വായിൽ നിന്ന് എന്തു വന്നാലും അമ്മൻ ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ പത്രോസ് പറയുന്നുണ്ട്, പൊന്നും വെള്ളി എനിക്കില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു, നസ്രയനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്ക എന്ന് നീ പറയുന്നല്ലോ. നീ അതല്ല പറയുന്നെന്ന് വെച്ചോ, നീ ഒറ്റ വാക്കേ പറയുന്നുള്ളൂ, എഴുന്നേക്കടാ അല്ലെങ്കിൽ ഒന്ന് എഴുന്നേറ്റേ എന്ന് പറഞ്ഞാലും അവൻ എഴുന്നേക്കും. ആമേൻ. നീ എന്ത് പറയുന്നു അത് നിന്റെ വായിൽ കൂടി നീ പറയുന്നത് എന്താണെങ്കിലും അത് ചെയ്യുവാൻ തക്കവണ്ണം സ്വർഗീയ പിതാവിനോട് ഞാൻ റെക്കമെൻഡ് ചെയ്യും. ഞാൻ പോയാൽ അവന്റെ അരികിലിരുന്ന് നിനക്ക് വേണ്ടി ഞാൻ പക്ഷപാതം ചെയ്തുകൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി അവനോട് പറയും, പിതാവായ ദൈവത്തോട് പറയും. എന്റെ ദാസനായ പത്രോസ് പറയുന്നത്, യോഹന്നാൻ പറയുന്നത്, യാക്കോബ് പറയുന്നത് നടക്കണം, നടന്നേ മതിയാകുള്ളൂ. ഹല്ലേലൂയ. ഞാൻ ചെയ്തെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ വെള്ളത്തിന് മീതെ നടക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ ലാസറിനെ ഉയർപ്പിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ ലാസറിനെ ഉയർപ്പിച്ചത് കൊണ്ട് എന്താ പ്രയോജനം? പന്തിയിലിരുന്ന് ശാപ്പാടടിക്കാനല്ലാതെ ഈ ലാസർ പിന്നെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചതൊന്നും വിശുദ്ധ വേദപുസ്തകത്തിൽ കണ്ടിട്ടില്ല. ഞാൻ ഓർക്കാറുണ്ട്, അവനെ ഉയർപ്പിച്ചതിന് പകരം വേറെ ആരെങ്കിലും ഉയർപ്പിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിരുന്നത്. ശാപ്പാടടിക്കാൻ വേണ്ടിയല്ല ദൈവം നിന്നെ ഉയർപ്പിച്ചത്, ലോകത്തിന്റെ അങ്ങേയറ്റത്തോളം സാക്ഷിയാകാനായിട്ടാണ് ദൈവം നമുക്ക് ദൗത്യം തന്നത്. ഇന്ന് രാത്രികാല പ്രിയ ദൈവമൈതലേ, ആമേൻ, ആളിന്റെ കൂട്ടത്തിന് ഇടയിൽ ഒരുവനായി ഇരുന്ന് ജീവിതം അവസാനിപ്പിക്കാനല്ല ദൈവം നിന്റെ മേൽ അഭിഷേകം തന്നിരിക്കുന്നത്. ആഹാരം കഴിച്ച് പന്തിയിൽ ഇരിക്കുന്നവനായിട്ട് ഇരിക്കാനല്ല, അനേകരെ പന്തിയിൽ ഇരുത്തുവാനാണ് ദൈവിക നിയോഗം നിന്റെ മേൽ ദൈവം തന്നിട്ടുള്ളത്. ഹല്ലേലൂയ. ആമേൻ. ദൈവിക ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം ഓരോരുത്തരെയും ഓരോ കാലഘട്ടത്തിൽ എഴുന്നേൽപ്പിക്കുമ്പോൾ ഒരു സത്യം മനസ്സിലാക്കിക്കോണം, നിന്റെ കഴിവ് കണ്ടല്ല നീ ഒരു ശുശ്രൂഷ ചെയ്യുന്നത്, മറിച്ച് പിതാവിന്റെ വലത്ത് ഭാഗത്തിരുന്നു കൊണ്ട് ഒരുവൻ നിനക്ക് വേണ്ടി മധ്യസ്ഥത കഴിക്കുകയാ. എന്റെ മകൻ, എന്റെ മകൾ, അവൾ പറയുന്നത്, അവൾ പ്രവചിക്കുന്നത്, അവൾ പ്രാർത്ഥിക്കുന്നത് ആമേൻ നടന്നേ മതിയാകുള്ളൂ. അവളിൽ കൂടി പ്രവൃത്തി ദേശത്ത് നടന്നേ മതിയാകുള്ളൂ എന്ന് പിതാവിനോട് ഞാൻ യാചിക്കും, ഞാൻ പറയും. അതൊരു ഒന്നുകൂടെ ഒരു ആഡഡ് ബെനിഫിറ്റ് എന്ന പോലെയാണ് ഞാൻ പോകുന്നത്. ആമേൻ. ഞാൻ ഇവിടെ ഇരിക്കുന്നതിനേക്കാൾ നല്ലതാണ് കുഞ്ഞുങ്ങളെ
ഞാൻ എങ്ങോട്ട് പോകുന്നത്? പിതാവിന്റെ അരികിലേക്ക് പോകുന്നത്. ഇത് ഏറ്റെടുക്കാൻ ഇന്ന് രാത്രി നിങ്ങൾ തയ്യാറായാൽ നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങളുടെ കൂടെ സർവശക്തനായ യേശുവിന്റെ സാന്നിധ്യമുണ്ട്. അവൻ വിദൂരവയല്ല. നിന്റെ ഒരു വിളിയുടെ മുമ്പിൽ, നിന്റെ ഒരു കുക്കളറ ശബ്ദത്തിന് മുമ്പിൽ, നിന്റെ ഒരു അപ്പാ എന്നുള്ള ഒരു വിളിയുടെ മുമ്പിൽ ഇറങ്ങി വരുവാൻ കഴിവുള്ള ജീവനുള്ള ഒരു യേശുവിനെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. ഇത് മനസ്സിലാക്കുന്ന ദൈവമൈതലേ, നിന്റെ ആത്മീക തലത്തിൽ നീ ക്ഷീണിക്കുകയില്ല. നിന്റെ ആത്മീക തലത്തിൽ നീ ഒരിക്കൽ പോലും ആമേൻ സങ്കടപ്പെടുകയില്ല. എന്നെ വിളിച്ചവൻ ഉണ്മയുള്ളവൻ, അന്ത്യം വരെ നടത്തുവാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു എന്ന് പൗലോസ് പറയുമ്പോൾ അവന്റെ സാഹചര്യങ്ങളെ നോക്കിക്കൊണ്ടല്ല, ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടുകൊണ്ടാണ് അവൻ പറഞ്ഞത്, എന്നെ വിളിച്ചവൻ സർവശക്തൻ എന്നവൻ വിളിച്ചു പറയുവാനിടയായി തീർന്നത്. അനേകരുടെയും ചിന്താഗതിയും യേശുവിനെ അക്ഷരീയമായി കാണാത്തത് കൊണ്ട് ആമേൻ യേശുവിന്റെ പ്രസൻസ് ഇല്ല, സാന്നിധ്യമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ജനമുണ്ട്. എന്നാൽ യേശു പറയാം, അങ്ങനെയല്ല മക്കളെ, ഞാൻ പോയത് നിങ്ങൾക്ക് പ്രയോജനമാ. ഞാൻ പോയാൽ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ പിതാവിനോടൊന്ന് റെക്കമെൻഡ് ചെയ്യാൻ തൊട്ടടുത്ത് ഞാനുണ്ട്. ആമേൻ, ഇത് വിശ്വസിക്കുന്ന എത്ര ദൈവമൈതലുണ്ട്? നിന്റെ വാക്കുകളുടെ മേൽ ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യം, നിന്റെ പ്രാർത്ഥനയുടെ മേൽ ആമേൻ ഇറങ്ങി വരുന്ന ദൈവിക സാന്നിധ്യം, ആമേൻ, ഇത് ഇന്നും ഈ കാലഘട്ടത്തിലും ഉണ്ട് എന്ന് വിശ്വസിക്കുവാൻ എത്ര ദൈവമക്കൾക്ക് കഴിയും? അത് വിശ്വസിക്കുന്നവരായിരിക്കണം ദൈവമക്കൾ. ആമേൻ. ഇത് പറഞ്ഞിട്ട് യേശു, ഞാൻ വേഗത്തിൽ മുൻപോട്ട് പോകട്ടെ, എന്റെ സന്ദേശം ഞാൻ വേഗത്തിൽ നിങ്ങളുടെ നടുവിൽ ആമേൻ ഷെയർ ചെയ്യുവാൻ ഞാൻ ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നത്, ഇങ്ങനെ കാണുവാൻ കഴിയുന്നത് യേശു പറയുന്നത് 14-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ എന്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്ത് തരും. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ചെയ്തു തരും. ഒന്നുകൂടൊന്ന് പറഞ്ഞേ, ചെയ്തു തരും. ഒന്നുകൂടൊന്ന് ശക്തമായി തുറന്നേ, വാൾ തുറന്നെന്ന് പറഞ്ഞേ, ചെയ്തു തരും. ആമേൻ. പറയുമെന്നല്ല പറഞ്ഞത്, ചെയ്തു തരും. ആമേൻ. പറയാമെന്നല്ല പറഞ്ഞത്, ചെയ്തു തരാമെന്നാ പറഞ്ഞത്. ആമേൻ. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ഇത് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ആമേൻ. എന്റെ നാമത്തിൽ നിങ്ങൾ അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ കേട്ടിട്ട് ഞാൻ വേറൊരാളോട് പറയാമെന്നല്ല എന്റെ യേശു പറഞ്ഞത്. എന്റെ നാമത്തിൽ നിങ്ങൾ അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരാമെന്നാണ് പറഞ്ഞത്. ഇതൊരു പ്രസ്ഥാനമല്ല പറഞ്ഞത്, ഇതൊരു ആമേൻ ഒരു വ്യക്തിയല്ല പറഞ്ഞത്. കാൽവരി ക്രൂശിൽ നിനക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവായ യേശു പറഞ്ഞത്, ഞാൻ ചെയ്തു തരാം. ഹല്ലേലൂയ. അത് വിശ്വസിക്കുന്ന ദൈവമക്കളെ, ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, നിന്റെ ആത്മീയ കണ്ണുകൾ കൊണ്ട് നിനക്ക് വെളിപ്പാടുകൾ കാണാൻ കഴിയും. ആത്മീയ ദർശനമുള്ളവനായി നിങ്ങൾ മാറും. ആത്മീയമായ ആമേൻ ഒരാത്മീയ തലത്തിലേക്ക് നിനക്ക് കയറുവാൻ കഴിയും എന്ന് ഞാനത് നിങ്ങളോട് പറയുമ്പോൾ, അക്ഷരാർത്ഥത്തിൽ നിങ്ങൾ പാസ്റ്റർ സൈലസിനെ ഈ സ്റ്റേജിൽ എങ്ങനെ കാണുന്നുവോ അതിനേക്കാളും വലുതായി ദൈവ സാന്നിധ്യം ഞാൻ എന്നിൽ കാണണം, നിങ്ങൾ എന്നിൽ കാണണം, നിങ്ങളിൽ നിങ്ങൾ കാണണം. ആമേൻ. ആത്മതലം എന്നുള്ളത് ആമേൻ ഭൗതിക കണ്ണുകൾ കൊണ്ട് കാണുവാൻ കഴിയത്തില്ലെങ്കിലും അതൊരു സത്യമാണ്, അതൊരു മിഥ്യയല്ല, അതൊരു റിയാലിറ്റിയാണ്. ആമേൻ. അതൊരു കെട്ടുകഥയല്ല, ഒരു സ്റ്റോറി അല്ല. ആത്മതലം എന്നുള്ളത് സത്യമാണ്, അതൊരു റിയാലിറ്റിയാണ്. ആമേൻ. ഈ ആത്മതലത്തിലേക്ക് കയറുന്ന ഒരു മനുഷ്യന് മാത്രമേ ആത്മീയമായ വെളിപ്പാടുകൾ പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ. ആത്മീയമായ വെളിപ്പാട് പ്രാപിക്കുന്ന ഒരു മനുഷ്യന് മാത്രമേ ഭൗതിക കണ്ണുകൾ കൊണ്ട് കാണാത്തത് ആത്മീയ കണ്ണുകൾ കൊണ്ട് കണ്ടുകൊണ്ട് പറയുവാൻ, ആത്മീയ കണ്ണുകൾ കൊണ്ട് ആമേൻ കണ്ടക്ഷരാർത്ഥത്തിൽ എന്റെ ഭൗതിക കണ്ണുകൾ കൊണ്ട് ഞാനൊരു വസ്തു എങ്ങനെ കാണുന്നുവോ അതുപോലെ എന്റെ ആത്മീയ കണ്ണുകളെന്ന് ആത്മീയമായ എന്റെ ആത്മീയ വെളിപ്പാടിനാൽ എനിക്ക് ദൈവം തന്ന കാഴ്ചയിന ദൈവ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് പലത് കാണുവാൻ തക്കവണ്ണം ദൈവിക അഭിഷേകം ദൈവം ദൈവസഭയ്ക്ക് ദൈവജനത്തിന് തന്നിട്ടുണ്ട്. അത് വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിന് മാത്രമേ ആ തലത്തിലേക്ക് കയറുവാൻ കഴിയുകയുള്ളൂ. ആമേൻ.
ഇത് കാണുന്ന ഒരു ദൈവപൈതൽ ഇങ്ങനെ പറയുവാൻ കഴിയും. അവനോട് ചോദിച്ചാൽ അവന് പറയും, ഞാനത് എങ്ങനെയാണ് കാണുന്നത്? ആത്മതലം എന്നുള്ളത് എനിക്ക് എങ്ങനെ കാണുവാൻ കഴിയും? ആത്മതലം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന് കയറി ചെല്ലണമെന്നുണ്ടെങ്കിൽ അവന്റെ ആത്മീയ കണ്ണുകൾ തുറക്കപ്പെടണം. ആത്മീയ കണ്ണുകൾ തുറക്കുന്നത് എങ്ങനെയാണ്? നിന്റെ പിതാവുമായി, ക്രിസ്തുവുമായി നീ സംസാരിക്കുമ്പോൾ, ക്രിസ്തുവുമായി നീ സംവാദം ചെയ്യുമ്പോൾ, ക്രിസ്തുവുമായി നീ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ നിനക്ക് നിന്റെ ആത്മീയ കണ്ണുകൾ തുറക്കപ്പെടുവാൻ കഴിയുകയുള്ളൂ. ആമേൻ. ക്രിസ്തുവുമായി പരിശുദ്ധാത്മാവിന്റെ റിലം തുറക്കപ്പെട്ട് ക്രിസ്തുവുമായി നീ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ തക്കവണ്ണം ദൈവം ദൈവസഭയ്ക്ക് അടിസ്ഥാന ഉപദേശമായി വെച്ചതാണ് ഒരു സത്യമാണ് പ്രാർത്ഥന. ഈ പ്രാർത്ഥനയിൽ കൂടി മാത്രമേ നിനക്ക് ദൈവത്തോട് സംസാരിക്കുവാൻ, ദൈവവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ കഴിയുകയുള്ളൂ. നമ്മുടെ നേർച്ചകൾ കൊണ്ടോ നമ്മുടേതായ ഒരു പ്രവൃത്തി കൊണ്ടോ കർമ്മ പ്രവൃത്തി കൊണ്ടോ നമ്മുടേതായ പുണ്യസ്ഥല വിസിറ്റേഷൻ കൊണ്ടോ ഏതെങ്കിലും ഒരു കർമ്മ പ്രവൃത്തി കൊണ്ടോ ക്രിസ്തുവിനെ നിനക്ക് സന്തോഷിപ്പിക്കാൻ കഴിയുകയില്ല. ദൈവാത്മാവിനെ നിനക്ക് നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ കഴിയുകയില്ല. അണ്ടചരാചരങ്ങളെയും അകല കടാകടങ്ങളെയും സൃഷ്ടിച്ചവനായ ദൈവ സർവശക്തനായ ദൈവത്തിന് നമ്മുടെ നേർച്ചയല്ല വേണ്ടത്, നമ്മളെയാണ് ദൈവത്തിന് ആവശ്യം. ആമേൻ. ഇത് നാം ദൈവത്തിന് കൊടുക്കുവാൻ, ദൈവവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ പ്രാർത്ഥന എന്ന് പറയുന്നതായ അനുഭവത്തിലേക്ക് ഏത് വ്യക്തി കടന്നു എന്നാലും, അക്ഷരാഭ്യാസമില്ലാത്തവനാണാലും സൗന്ദര്യമില്ലാത്തവനാണാലും ആര് പ്രാർത്ഥിക്കുവാൻ ഒരുക്കപ്പെടുമ്പോ അവർക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു സ്വർഗം ഇന്നുമുണ്ട്. അത് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ആമേൻ. പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് വേണ്ടി, ആമേൻ, പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് മനുഷ്യനല്ല, ദൈവമാണ് പ്രവർത്തിക്കുന്നത്. ഇത് ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് തയ്യാറാണോ? പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിന് വേണ്ടി പ്രവർത്തിക്കുന്നത് മനുഷ്യനല്ല, ദൈവമാണ് അവന് വേണ്ടി പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാനായി സമയം കണ്ടെത്തുന്ന ദൈവ പൈതലെ, നീ ആരുടെ മുഖത്ത് നോക്കേണ്ട, ഒരു വ്യക്തിയിലേക്ക് നിന്റെ കണ്ണുകൾ ഓടിക്കേണ്ട. നിന്റെ മുഴങ്കാലം അടക്കുവാൻ നീ തയ്യാറാകുന്നിടത്ത് ഇറങ്ങി വരുന്ന ഒരു സ്വർഗമുണ്ടെന്ന് ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ. അത് അനുഭവിക്കുന്ന ദൈവമക്കൾ എത്ര പേരുണ്ട്? അവർ ആ കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിന് വേണ്ടി പ്രവർത്തിക്കുന്നത് മനുഷ്യനല്ല, സ്വർഗമാണ്. ആമേൻ. അങ്ങനെയെങ്കിൽ സ്വർഗം എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ നാളുകളിൽ 2026 ഒരു വർഷത്തിലേക്ക് കയറിപ്പറ്റിയ ദൈവമക്കളെ, ഭാഗ്യവശാൽ 2026 എന്ന് പറയുന്ന വർഷത്തിലേക്ക് കാലി ചവിട്ടിയത് നിന്റേതായ മിടുക്കുകൊണ്ടല്ല കേട്ടോ. നിങ്ങളെക്കാൾ കഴിവും പ്രാപ്തിയുള്ള പലരും പറഞ്ഞ് നിങ്ങളെ വിട്ടുപോയപ്പോൾ നിങ്ങളെ ഈ വർഷത്തിലേക്ക് കാലി ചവിട്ടുവാൻ അവസരം ഒരുക്കി തന്ന ദൈവത്തോട് ഇന്ന് രാത്രി ഒരു തീരുമാനമെടുത്തിട്ടേ പോകാവൂ. എന്റെ ദൈവമേ, എന്റെ ആത്മതലത്തിൽ നീയുമായി ഒന്ന് സംവാദം ചെയ്യുക, നിന്നോടൊന്ന് ഇടപെടുക, നിന്നിൽ നിന്ന് പ്രാപിക്കുക, ഒരു ആത്മതലത്തിലേക്ക് കയറുക. എന്റെ പ്രാർത്ഥനാ മുറിയിൽ മണിക്കൂറുകൾ ഇരിക്കുവാൻ ഞാൻ തയ്യാറാകുമെന്ന് തീരുമാനത്തോടെ കടന്നു പോകുകയാണെങ്കിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ഒരു പ്രസ്ഥാനമായിരിക്കുകയില്ല, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനായിരിക്കുകയില്ല, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് അബ്രഹാം ആയിരിക്കുകയില്ല, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് സ്വർഗമായിരിക്കും. ഞാൻ പറഞ്ഞ വാക്ക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ ചിന്തിക്കുക. അബ്രഹാം കൊടുത്താൽ എന്തു കൊടുക്കും? ഒരു തുരുത്തി വെള്ളം കൊടുക്കും. അബ്രഹാം കൊടുത്താൽ ചില അപ്പക്കഷണങ്ങൾ കൊടുക്കും. അപ്പക്കഷണങ്ങളും തീരും, തുരുത്തിയിലെ വെള്ളവും തീരും. എന്നാൽ എൻ്റെ ആ സ്വർഗീയ പിതാവ് കൊടുത്താൽ ഒരു തുരുത്തി വെള്ളമല്ല കൊടുക്കുന്നത്, നീരുറവയെ തുറക്കുവാൻ കഴിവുള്ള ഒരു സ്വർഗീയ പിതാവാണ് എനിക്ക് നിനക്കുള്ളത്. ആ ഉറവ വറ്റുകയില്ല. ആ ഉറവയിൽ നീയും നിന്റെ തലമുറയും 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 കുടിക്കത്തക്കവണ്ണം ദൈവം മരുഭൂമിയിൽ ഒരു ഉറവയെ തുറക്കുവാൻ കഴിയുമെങ്കിൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് സ്നേഹത്തോട് വിളിച്ചു പറയട്ടെ, മനുഷ്യ
മനുഷ്യരിലല്ല ആശ്രയിക്കേണ്ടത്. കർത്താവിന്റെ പാദപീഠത്തിൽ മുഴങ്കാലം അടക്കുവാൻ തീരുമാനിക്കുന്ന ദൈവവൈതലെ, നിന്റെ കരം പിടിച്ചുയർത്തുന്ന ഒരു ദൈവ സാന്നിധ്യം നിന്റെ പ്രാർത്ഥനാ മുറിയിൽ, നിന്റെ കണ്ണുനീരിന്റെ നടുവിൽ, നിന്റെ മുഴങ്കാലുകൾ മടക്കുന്ന ഇടത്ത് ഇറങ്ങി വരുമെന്നുള്ളത് ദൈവിക വാഗ്ദത്തമാണ്. ഹല്ലേലൂയ. അത് പലപ്പോഴും വ്യക്തിപരമായി ജീവിതത്തിൽ അനുഭവിച്ചറിയുന്നത് കൊണ്ടാണ് ഇത്രയും ധൈര്യമായി ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങളും സെൻട്രൽ പാസ്റ്റർ ആയിരിക്കുന്ന തോമസ് ഊട്ടി പാസ്റ്റർ എബ്രഹാം കെ തോമസ് തൻ്റെ ജീവിതത്തിൽ നേടിയെടുത്തതൊന്നും തൻ്റെ കുടുംബത്തിൽ നിന്നോ തൻ്റെ ഭാര്യാഗ്രഹത്തിൽ നിന്നോ ഒന്നും കൊണ്ടുവന്നതല്ല. പ്രാർത്ഥനാ മുറിയിൽ ദൈവം കൊടുത്തത് കൊണ്ട് മാത്രം ഇന്നും നിലനിൽക്കുന്ന ഒരു അഭിഷിക്തൻ എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയില്ല. കാരണം വ്യക്തിപരമായി അദ്ദേഹത്തെ എനിക്കറിയാവുന്നത് കൊണ്ട് ഞാൻ പറയട്ടെ, ഒരു മനുഷ്യനിൽ ആശ്രയിക്കാതെ ദൈവത്തിന്റെ മുഖത്തേക്ക് മാത്രം കണ്ണുകൾ ഉയർത്തുന്ന ഒരു ദൈവ പൈതലെ, നിന്റെ പ്രാർത്ഥനയ്ക്ക് സ്വർഗം എന്നും സ്വർഗം ചായിച്ചിറങ്ങി വരുമെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവ പൈതലുണ്ട്. ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ മുൻപോട്ട് പോകട്ടെ. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഇത് ചെയ്തു തരും എന്ന് പറഞ്ഞത് ഒരു മനുഷ്യനല്ല. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് യാചിച്ചാലും ഞാൻ എന്ത് ചെയ്യാം? ചെയ്ത് തരാം. ഇന്ന് അടുത്തിരിക്കുന്ന ദൈവപൈതലോട് പറയാ, കർത്താവ് എനിക്ക് ഈ 2026 ചിലതൊക്കെ ചെയ്തു തരും. പറയല്ല, ചെയ്തു തരും. ഈ വാക്കിന് അർത്ഥമുണ്ട് കേട്ടോ, ഇതിന് വാല്യൂ ഉണ്ട്. നിങ്ങൾ അടുത്തിരിക്കുന്ന ദൈവം വിശ്വാസത്തോട് പറയണം, എന്റെ യേശു എന്റെ പ്രാർത്ഥനയ്ക്ക് ചില മറുപടി ചെയ്തു തരും. ആമേൻ. മനുഷ്യൻ പറയും റെക്കമെൻഡ് ചെയ്യാം, ഞാൻ പറയാം. അങ്ങനല്ലേ? ഞാൻ പറയാമെന്നേ. പറയാമെന്ന് പറഞ്ഞവർ പലരും പറഞ്ഞു മാറിപ്പോയാലും ആമേൻ ചെയ്തു തരാമെന്ന് പറഞ്ഞ ഒരുവൻ ഇന്നും എന്നോട് കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ കരങ്ങൾ അടിച്ച കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ട്, അവൻ ചെയ്തു തരാമെന്ന് പറഞ്ഞവരെങ്കിൽ അവൻ ചെയ്തു തരുന്നവനാ. ഹല്ലേലൂയ. അത് തന്നെയല്ലേ യേശു പറയുന്നത്. ആമേൻ. ആമേൻ. വളരെ പ്രാർത്ഥനാ ജീവിതത്തിന് ഒരു സിസ്റ്റമാറ്റിക് ലൈഫാണ്. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിത്വത്തെ ഈ പ്രാർത്ഥനാ ജീവിതത്തിൽ മുന്നേറുവാൻ കഴിയുള്ളൂ. ആമേൻ. ഞാൻ എൻ്റെ കണ്ണിന് കാണാത്ത ഒരു കാര്യം, ആമേൻ, എൻ്റെ ദൃഷ്ടിയിൽ, ആത്മീയ ദൃഷ്ടിയിൽ ഞാൻ കണ്ടുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുക, എൻ്റെ ദൈവം എനിക്കത് ചെയ്തു തരും. ആമേൻ. അതിനൊരു ഡിസിപ്ലിൻ, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരിതായ ജീവിത ക്രമീകരണം ആവശ്യമാണ്. പലരുടെയും ജീവിതത്തിൽ അത് അനുഭവിച്ചറിയുവാനോ അതിന് പ്രാധാന്യം കൊടുക്കുവാനോ കഴിയാത്തത് കൊണ്ട് ഏതോ ഒന്ന് ചെയ്തു, ഒരു കടമ എന്ന് പറയുന്നത് പോലെ ചെയ്തു പോകുന്നത് കൊണ്ട് പലർക്കും പല നേരങ്ങളിലും അതിൻ്റെതായ റിസൾട്ട് അവരുടെ ജീവിതത്തെ പ്രാപിക്കുവാൻ കഴിയുന്നില്ല. നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ, പരലോകത്തിലിരിക്കുന്ന ഞങ്ങളുടെ പരമപിതാവേ ആമേൻ എന്ന് വിളിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു പിതാവ് ഉയരത്തിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ആമേൻ. പരലോകത്തിൽ സ്വർഗലോകത്തിൽ ഇരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ എന്ന് വിളിക്കുന്ന ആ വാക്കിനെ അർത്ഥം വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? അതൊരു മിഥ്യയല്ല, അതൊരു കേൾവിയല്ല, അത് വെറും ഒരു അറിവല്ല, ആത്മീയ കണ്ണുകളാലുള്ള ഒരു വിശ്വാസമാണ്. സിംഹാസനൂഢനായി ഞാൻ പ്രാർത്ഥിക്കുന്നത് കേൾക്കാൻ സ്വർഗത്തിൽ എനിക്കൊരു അപ്പനുണ്ട് എന്ന ആത്മീയ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്നവരെ അത് പറയുവാൻ കഴിയുള്ളൂ. ആമേൻ. അത് ചിന്തിക്കുന്ന ഒരു ദൈവ പൈതലെ, അത് വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലെ, ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ഒരിക്കൽ പോലും നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതെ ഇരിക്കുകയില്ല. ഞാൻ ചെയ്തു തരുമെന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കുന്നത് വെറും ഒരു നാമകരണമായ ചിന്താഗതിയിൽ ഉരുത്തിരിയുന്ന ഒരു സംഭവമായിട്ടല്ല, അത് യാഥാർത്ഥ്യത്തിൽ അർത്ഥാൽ എൻ്റെ ജീവിതത്തിൽ ഉരുവാകും, ഉണ്ടാകും, സംഭവിക്കും എന്ന് ആത്മാവിൽ കണ്ടുകൊണ്ടുള്ള പ്രാർത്ഥനയായിരിക്കണം.
വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഏലിയാവിന്റെ 5 വ്യത്യസ്തമായ പ്രാർത്ഥന നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദേശത്ത് ക്ഷാമം ഉണ്ടാകാൻ വേണ്ടി താൻ പറയുക, ഞാൻ പറഞ്ഞല്ലാതെ ഈ ദേശത്ത് മഞ്ഞും മഴയും ഉണ്ടാകയില്ല. എന്നിട്ട് അവൻ പിതാവായ ദൈവത്തോട് പറയുക, കർത്താവേ, അധർമ്മം പെരുകിയിരിക്കുക, വിഗ്രഹാരാധന വർദ്ധിച്ചിരിക്കുക, ദേശം പാപത്തിലേക്ക് വഴുതി വീണിരിക്കുക. ഈ ജനം ജീവനുള്ള ഒരു ദൈവമുണ്ടെന്ന് അറിയേണ്ടതിന് ദൈവമേ, ദേശത്ത് ഞാൻ പറഞ്ഞല്ലാതെ മഞ്ഞും മഴ നീ അയക്കരുത്. സ്വർഗം അതിന് യേസ് വെച്ചു. ആമേൻ. അതൊരു പ്രാർത്ഥനയാ. അതിന്റെ ഉദ്ദേശശുദ്ധി എന്തെന്ന് ചോദിച്ചാൽ ഒരു ഉപദ്രവം ഉണ്ടാകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയല്ല. അതിന്റെ ഉദ്ദേശശുദ്ധി ജീവനുള്ള ഒരു ദൈവമുണ്ടെന്ന് ലോകമറിയണം. ആമേൻ. പല പ്രാർത്ഥനയും സെൽഫിഷായി മാറുകയാണ്. പലരുടെയും വ്യക്തി താല്പര്യത്തിന് വേണ്ടി പ്രാർത്ഥനകൾ മാറുക. എന്നാൽ ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കേ, സ്വർഗം നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായി ഇറങ്ങി വരും. ചെക്ക് ലിസ്റ്റ് ഒന്നൊന്നായി ദൈവത്തിന് സമർപ്പിക്കുന്ന ഒരാത്മതലത്തെ പറ്റിയല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. നമ്മുടേതായ ഓരോ ലിസ്റ്റ് ദൈവസന്നിധാനത്തെ കൊണ്ട് കൊടുത്തിട്ട് ഇതിന് ആൻസർ തരണമേ എന്ന് പറയുമ്പോൾ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമല്ല, മറിച്ച് ദേശം വിടുവിക്കപ്പെടേണ്ടതിന്, ലോകം ദൈവത്തെ അറിയേണ്ടതിന്, ലോകത്ത് ദൈവം ജീവനുള്ളവനെന്ന് അറിയേണ്ടതിന് നീ ഇടിവിൽ നിൽക്കുവാൻ തയ്യാറാണെങ്കിൽ നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് അവൻ ആരാണ്, ആൽഫയും ഒമേഗയും ആദിയും അന്തവുമായ ദൈവമെന്ന് ലോകത്തിന് വെളിപ്പെടുത്തത്തക്കവണ്ണം അവൻ ലോകത്തിന്റെ പ്രവൃത്തി ചെയ്യുവാൻ അവൻ ഇന്നും വിശ്വസ്തനായ ദൈവമാ. അതൊരു ദൈവ പൈതൽ പ്രാർത്ഥനയിൽ സംഭവിക്കുമോ? വിശുദ്ധ വചനം പറയുന്നു, സംഭവിക്കും. ആമേൻ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഒരു സത്യം മനസ്സിലാക്കിക്കൊള്ളുക. ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി, ലോകത്തിന്റെ വിടുതലിന് വേണ്ടി, ലോകത്തൊരു വലിയ ഉണർവുണ്ടാകുവാൻ വേണ്ടി, ലോക ജനത യേശുവിനെ അറിയുവാൻ വേണ്ടി നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നീ ദേശത്തിന് വേണ്ടിയല്ല, യേശു ദൈവത്തിന് വേണ്ടി നീ മുഴങ്കാലം അടക്കുവാൻ തയ്യാറായ ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായി ഇറങ്ങി വരും. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനകൾ ആമേൻ പലപ്പോഴും സെൽഫിഷായി സ്വയപര്യാപ്തതയ്ക്ക് വേണ്ടി, സ്വയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൊണ്ട് പലതിന്റെ ഉത്തരം കാണാതിരിക്കുമ്പോൾ ഏലിയാവ് പ്രാർത്ഥിച്ചതുപോലെ ഈ ചുങ്കത്തറയിൽ ഒരു ഉണർവുണ്ടാകുവാൻ വേണ്ടി ദൈവമേ നിന്റെ കരം ഈ ദേശത്തിന് മേൽ ഒന്ന് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ച് നീ ഇടിവിൽ നിന്ന് നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായി സ്വർഗ്ഗം ഇറങ്ങി വരും. അങ്ങനെയാണ് വിശുദ്ധ വചനം പഠിപ്പിക്കുന്നത്. അതിന് ദൈവം ഒരുവനെ അന്വേഷിക്കുക, അത് ഞാനോ നിങ്ങളോ ആയി തീരുവാൻ ആഗ്രഹിക്കുക. ഏലിയാവിന്റെ പേരും പ്രശസ്തിക്കും വേണ്ടി അല്ല അവൻ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചത്. ദൈവത്തിന്റെ നാമം ഉയരണം, ദൈവത്തിന്റെ രാജ്യം ഭൂമിയിൽ ആഗതമാകണം. ആമേൻ. താൻ ജീവനുള്ള ദൈവമെന്ന് ലോകമറിയണം. ഹല്ലേലൂയ. ആമേൻ. തന്റെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ഒരു ഭാഗം നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒരു പ്രൊവിഷന് വേണ്ടിയാണ്. ദേശത്ത് ഒരു കുടുംബം കഷ്ടപ്പെടുന്നത് കാണുമ്പോ സാരാഭത്തിൽ ഒരു വിധവയുടെ വീട്ടിൽ ചെന്നവൻ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് ഒരു കുടുംബത്തിന്റെ വിടുതലിന് വേണ്ടി ഒരു ഏലിയാവ് കടന്നത് എന്ന് പ്രാർത്ഥിച്ച ആ കുടുംബ മുഖാന്തരം അവളോട് ബന്ധപ്പെട്ട സകലർക്കും ഒരു അനുഗ്രഹമായി തീർന്നതുപോലെ എന്നെ കേൾക്കുന്ന ദൈവവൈതലെ, നീ ഒരു വീട്ടിൽ ചെന്നാൽ വിശ്വാസത്തോടെ ആത്മതലത്തിൽ ഒരു ദൈവിക വെളിപ്പാടോടുകൂടി നീ ഒരു ഭവനത്തിൽ ചെന്ന അല്പം മാവേ ഉള്ളെങ്കിലും അല്പം എണ്ണയെ ഉള്ളെങ്കിലും അത് വറ്റിക്കാതെ വേണം, അത് തീർത്തു പോകാതെ വേണം, അത് ദേശത്തിന് പഞ്ഞമുള്ള കാലത്തോളം നിറവോടുകൂടി ആക്കി തീർക്കുവാൻ ദൈവം നിന്നെ ഉപയോഗിക്കും. ഞാൻ പലപ്പോഴും അഭിമാനിക്കാറുണ്ട്, അനേക ഭക്തന്മാരെ ദൈവം ഓരോ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിച്ച ഓരോ സംഭവങ്ങൾ, എത്രയോ അനുഭവങ്ങൾ. നിങ്ങളുടെ സെൻട്രൽ പാസ്റ്ററോട് ചോദിച്ചു നോക്ക്, നിങ്ങളുടെ ദൈവദാസന്മാരോട് ചോദിച്ചു നോക്ക്.
സാധുക്കളായ ദൈവമക്കൾ, ആമേൻ, അവര് പ്രാർത്ഥിച്ച് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് മേൽ പ്രവർത്തി. തോസടി പാസ്റ്റർ ഒരു ദിവസം ഇതിന് മുകളിലുള്ളതായ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുമ്പോൾ ഈ കിണറ്റിൽ നിന്ന് വെള്ളം കൊണ്ടുപോകണം. ഞാനും ഒത്തിരി വെള്ളം കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെയുള്ള ബിജേഷ് പാസ്റ്ററൊക്കെ അതിന് ഞങ്ങളെല്ലാം ഒന്നിച്ച് ചേർന്ന് വെള്ളവും കൊണ്ട് മേളിൽ പോയിട്ടുണ്ട്. കാരണം വെള്ളം പറ്റും. ഒരു ദിവസം ആ മനുഷ്യൻ പ്രാർത്ഥിച്ച് വെള്ളമെടുത്ത കിണറ്റിലൊഴിച്ചു. ഈ വെള്ളം പറ്റാൻ പാടില്ല. ഇന്നും ആ കിണർ അത് കഴിഞ്ഞ ശേഷം പറ്റിയിട്ടില്ല. ആമേൻ, ആമേൻ. അത് ഞാൻ അല്പകാലമേ ഞാനിവിടെ താമസിക്കുന്നുള്ളൂ. ഞാൻ വാടകയ്ക്ക് താമസിക്കുക. ഞാൻ വാടക കൊടുത്ത് ഞാൻ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഈ കിണറ്റിൽ വെള്ളമുണ്ടോ ഇല്ലയോ അതെന്റെ വിഷയമല്ല. അങ്ങനെ ചിന്തിക്കാനല്ല ദൈവം നിന്നെ ഒരിടത്താക്കി വെച്ചിരിക്കുന്നത്. നീ മുഖാന്തരം നിനക്ക് വാടകയ്ക്ക് തന്ന വീട് അനുഗ്രഹിക്കപ്പെടണം, ആ കുടുംബം അനുഗ്രഹിക്കപ്പെടണം. ഈ ഒരു കാഴ്ചപ്പാട് എത്ര പേർക്കുണ്ട്? ഈ ഒരു റെവലേഷൻ എത്ര പേർക്കുണ്ട്? ആമേൻ. തന്റെ വെളിയിലായിട്ട് തന്റെ കുന്നുപറമ്പിൽ തന്നെ വീട്ടിലെ വാഴ വെച്ചു. വാഴ വെച്ച് കഴിഞ്ഞിട്ട് വാഴയ്ക്ക് കൂമ്പ് വന്നിട്ട് ഇതെല്ലാം മണ്ടയടച്ചു പോയി. ഒരു ദിവസം രാവിലെ പാസ്റ്റർ ഒരു വടി എടുത്തിട്ട് എല്ലാ വാഴയ്ക്കും ഇട്ട് ഓരോ അടി കൊടുത്തു. യേശുവിന്റെ നാമത്തിൽ ശരിയായ വാഴക്കൊല കൊണ്ടുപോടാന്ന് പറഞ്ഞു. ആമേൻ. സാധു കൊച്ചുവിന് ഉദ്ദേശിച്ച കഥയല്ല ഞാൻ ഈ പറയുന്നത്, നിങ്ങളുടെ സെൻട്രൽ പാസ്റ്ററുടെ കഥയാ പറയുന്നത്. ആമേൻ. അടുത്ത ഒരു ദിവസം 2 ദിവസം കഴിഞ്ഞപ്പോൾ വാഴയുടെ കൂമ്പ് ലെവലായി. എല്ലാം നല്ല പടലയുള്ള ഏത്തക്കൊല ആ ദേശത്ത് ദൈവം വെട്ടിയെടുത്തു. ആമേൻ. ഞാൻ ഇന്നൊരു സത്യം ദൈവമക്കളോട് പറയട്ടെ, ഈ കാലഘട്ടത്തിലും അത്ഭുതം നടക്കുമോ? നടക്കും ദൈവമേ. ആമേൻ. നീ പ്രാപിച്ചതായ വെളിപ്പാടും ദർശനവും സത്യമെന്ന് ഒരു കരമുയർത്തി ഒന്ന് സ്തോത്രം പറയാൻ എത്ര ദൈവമക്കൾക്ക് കഴിയും? ഒരു പൊട്ടനെ പോലെ ചില കാര്യങ്ങൾ നീ ചെയ്തു കഴിഞ്ഞാൽ നീ വിചാരിക്കും ഇത് ആരും അറിയുന്നില്ലെന്ന്. പക്ഷേ പിതാവ് പറയാ, നിന്നെ കൂടി ചിലത് ചെയ്തെടുക്കാൻ ഞാൻ പിതാവിന്റെ വലത്ത് ഭാഗത്ത് നിനക്ക് വേണ്ടി ഇരിപ്പുണ്ടാ. നീ ചെയ്യുന്നത് മണ്ടത്തരമാണെന്ന് നിനക്ക് തോന്നും, പക്ഷെ നീ ചെയ്യുന്നതിന് ആമേൻ പറയാൻ ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. ആ ദൈവത്തെ വിശ്വസിക്കുന്ന എത്ര ദൈവങ്ങളുണ്ട്? ഇന്ന് രാത്രി ഒരു സത്യം ഞാൻ ദൈവമക്കളോട് വിളിച്ചു പറയട്ടെ. ആമേൻ. നീ ചെയ്യുന്ന മണ്ടത്തരമാണെന്ന് നിനക്ക് തോന്നും. ഒരു വടിയെടുത്ത് വാഴക്കിട്ട് അടിച്ചിട്ട് നല്ല വാഴക്കൊല ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ മണ്ടനെന്ന് ലോകം പറയും. ദർശനമുള്ളവർ പറയും, എന്റെ വാക്കിന്റെ മേൽ ഇറങ്ങി വരുന്ന, എന്റെ വാക്കിന്റെ മേൽ ആമേൻ പറയുന്ന, എന്റെ വാക്കിന്റെ മേൽ കരം നീട്ടുന്ന സ്വർഗീയമായ ഒരു പിതാവ് എനിക്കുണ്ട്. അതിനു വേണ്ടിയാണ് യേശു ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലത്ത് ഭാഗത്ത് എനിക്ക് വേണ്ടി പോയിരിക്കുന്നത്. ഇത് വിശ്വസിക്കാനാ ദൈവം ഈ കാലഘട്ടത്തിൽ എന്നെ നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നത്. പഴയ കഥകൾ പറഞ്ഞ് അവരത് ചെയ്തു, ഇവരിത് ചെയ്തു, അവരിൽ കൂടി ഇത് നടന്നു എന്ന് പറഞ്ഞ് സന്തോഷിച്ചിട്ട് പോകാനല്ല കുഞ്ഞെ നിന്റെ മേൽ അഭിഷേകം തന്നിരിക്കുന്നത്. അവരെക്കാൾ ശക്തനായി മാറുവാനാ ദൈവം ഈ കാലഘട്ടത്തിന്റെ വക്താക്കളാക്കി എന്നെയും നിങ്ങളെയും ക്രിസ്തു തിരഞ്ഞെടുത്തത് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട് ഇതിനകത്ത്? ഹല്ലേലൂയ. ആമേൻ. അത് തന്നെയാണ് വിശുദ്ധ വചനത്തിൽ കാണാൻ കഴിയുന്നത്. അവനൊരു ഭവനത്തിൽ ചെന്ന് ഒരു പ്രൊവിഷന് വേണ്ടി പ്രാർത്ഥിക്കുക. ആദ്യം പറയും, ആദ്യത്തെ അട എനിക്ക് വേണം, ആദ്യം ഉണ്ടാക്കേണ്ടത് നീ എനിക്ക് കൊണ്ടെത്താ, പിന്നെ നീയും നിന്റെ കുടുംബവും. ആമേൻ. ആദ്യത്തെ അട തിന്നതും ആദ്യത്തെ അപ്പം പ്രവാചകൻ തിന്നതും ദേശത്ത് ക്ഷാമം മാറുന്നിടത്തോളം കാലം അവളുടെ ഭരണിയിലെ മാവ് കുറഞ്ഞില്ല, അവളുടെ കലശത്തിലെ എണ്ണ തീർന്നു പോയില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമേ, അല്പമെന്ന് നിനക്ക് തോന്നുന്നത് കുറയാതെ ഒരു കാലഘട്ടം നിന്റെ തലമുറയ്ക്ക് സാക്ഷ്യമായി മാറേണ്ടതിന് ആമേൻ ദൈവം നിന്നെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നു, ദൈവം നിന്നെ മാറ്റിയിരിക്കുന്നു എന്ന് വിശ്വസിക്കുവാൻ ഇന്ന് രാത്രിയിൽ എത്ര ദൈവമേലുണ്ട് ഒരു കാലഘട്ടത്തിന്റെ സാക്ഷിയാകുവാൻ ദൈവനെ കണ്ടിരിക്കുക. ഇത് വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ആമേൻ പറയുവാൻ പറ്റത്തുള്ളൂ. ഒരു പ്രൊവിഷന് വേണ്ടി, ഒരു കുടുംബത്തിന്റെ ഉദ്ധാരണത്തിന് വേണ്ടി ദൈവം നിന്നെ കണ്ടു. അതും തന്റെ പ്രാർത്ഥനയിൽ നിന്ന് ലഭിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്.
അടുത്തതായി നമുക്ക് കാണുവാൻ കഴിയുന്ന മരിച്ചവന്റെ തലമുറയെ എഴുന്നേൽപ്പിക്കുവാനുള്ള ഒരു അഭിഷേകം. അത്ഭുതങ്ങളും അടയാളങ്ങളും വിവിധ വീര്യ പ്രവർത്തികളാൽ അവൻ സഭയെ ഉറപ്പിച്ചു പോന്നു എന്ന് ദൈവവചനം പറയുമ്പോൾ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ആമേൻ, എന്നെ കേൾക്കുന്ന ദൈവവൈതലെ, ഒരു തലമുറയെ എഴുന്നേൽപ്പിക്കാൻ, ജീവനുള്ള ഒരു തലമുറയെ എഴുന്നേൽപ്പിക്കുവാൻ ദൈവം ഈ കാലഘട്ടത്തിൽ എന്നെ നിങ്ങളെ കണ്ടിരിക്കുക. ഇത് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ഹല്ലേലൂയ, ആമേൻ. ഞാൻ ഈ വേദഭാഗം ഇങ്ങനെ വായിച്ചപ്പോൾ തന്റെ ജീവിതത്തിൽ പ്രാപിച്ചതായ ഏറ്റവും വലിയ ഒരു അത്ഭുത പ്രവൃത്തി എന്ന് പറയുന്നത് കർമ്മേലിന്റെ മലമുകളിൽ ഒരു പ്രാർത്ഥനയാണ്. കർമ്മേലിന്റെ മലമുകളിൽ നിന്നുകൊണ്ട് ഏലിയാവ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുക. ബാലിന്റെ വിഗ്രഹങ്ങളും ബാലിനെ ആരാധിക്കുന്നവരും അശേരാ പ്രതിഷ്ഠകളെ വണങ്ങുന്നവരുമായ ഒരു വലിയ കൂട്ട പ്രവാചകന്മാരുടെ നടുവിൽ നിന്നുകൊണ്ട് ഒരു മനുഷ്യൻ ഒറ്റയ്ക്കൊരു പ്രാർത്ഥനയാണ്. അവൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം അവനോട് പറഞ്ഞോ എന്നെനിക്കറിയത്തില്ല. പക്ഷെ ഏലിയാവ് പറയുന്നൊരു ഭാഗമുണ്ട്. യാഗപീഠത്തിന് മേൽ യാഗവസ്തുവിനെ വെച്ച് കണ്ണം കണ്ണമായി ഞുറുക്കാൻ തീരുമാനിച്ച് ഞുറുക്കി കഴിഞ്ഞിട്ട് അവൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ യാഗവസ്തുവിന്റെ മേൽ വെള്ളം കോരി ഒഴിക്കുവാൻ. എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചതും ആശ്ചര്യപ്പെടുത്തിയതുമായ ഒരു സംഭവമാണ്. ഇതുവരെ ഒരു പ്രവാചകനും ഒരു പുരോഹിതനും ചെയ്യാത്തതായ ഒരു ശുശ്രൂഷയാണ് ഏലിയാവ് അവിടെ ചെയ്യുന്നത്. മോശയുടെ ന്യായപ്രമാണത്തിലോ അവർക്ക് കിട്ടിയതായ പ്രമാണത്തിലോ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്നിട്ട് പറഞ്ഞിട്ടുമില്ല. ഊനമില്ലാത്തൊരു യാഗവസ്തുവിനെ, യാഗമൃഗത്തെ കൊണ്ട് ദൈവത്തിന് യാഗമർപ്പിക്കണം. അത് കാളയാകാം, ആട്ടിൻകുട്ടിയാകാം, പ്രാക്കുഞ്ഞാകാം. ഇതിനപ്പുറത്ത് ശുദ്ധിയുള്ളതായിരിക്കണം ചില നിയമങ്ങളൊക്കെ പറയുമ്പോഴും യാഗപീഠം പണിത് യാഗവസ്തുവിനെ അതിന്മേൽ കിടത്തി അതിന്റെ മേൽ വെള്ളം കോരി ഒഴിക്കണമെന്ന് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. പക്ഷെ ഏലിയാവ് പറയാ ചെയ്യാൻ. പല കാര്യങ്ങളും ആത്മതലത്തിൽ അഭിഷേകം പ്രാപിച്ച ദൈവപൈതൽ ചെയ്യുമ്പോൾ ക്രിറ്റിസിസം, വിമർശനം എന്നുള്ളത് എന്നെ നിങ്ങളെ തേടി വരും. പക്ഷെ ഞാനൊരു സത്യം പറയട്ടെ, ആത്മാവിന്റെ വെളിപ്പാടിൽ നീ ഒരു കാര്യം ചെയ്താൽ, പരിശുദ്ധാത്മാവ് നിന്നോടൊരു കാര്യം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ സംശയിക്കാതെ വിശ്വാസത്തോടെ ചെയ്യാൻ തുടങ്ങിക്കോ. ആ തീയുടെ ആ യാഗപീഠത്തിന് മേൽ തീയിറക്കുവാൻ ശക്തനായ ഒരു ദൈവമുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവപൈതലെ, വിമർശനത്തിന് വഴങ്ങുന്നവനല്ല അഭിഷേകമുള്ളവൻ. വിമർശനത്തിന് മുമ്പ് തലകുനിക്കുന്നവനല്ല ദൈവകൃപയുള്ളവൻ. അവൻ ദൈവാത്മാവിനാൽ ചെയ്തപ്പെടുന്ന ദൈവിക പ്രവൃത്തിയുടെ മേൽ ആമേൻ പറയുന്ന ഒരു സ്വർഗമുണ്ട്. അത് ഏറ്റെടുക്കുന്ന ദൈവമക്കളെ, ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ഏലിയാവ് യാഗപീഠം പണിത് യാഗവസ്തുവിനെ അതിന്മേൽ കിടത്തി അതിനെ കണ്ണം കണ്ണമായി ഞുറുക്കി. അത് മാത്രമല്ല, തോടുവെട്ടി തോടിനകത്ത് വെള്ളം ഒഴുകി. എന്നിട്ട് അതിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇസബേലിനും കൂട്ടർക്ക് പറയാൻ പറ്റത്തില്ല, ഏലിയാവ് അന്യാഗ്നി കത്തിച്ചാണ് ഈ യാഗപീഠത്തിന്റെ മേൽ തീ ഇറക്കിയത്. ആമേൻ. അല്ലെങ്കിൽ ഏലിയാവ് ചൂട്ടുകൊറ്റ ഒട്ടിച്ച് ഇതിന് അടി കൊണ്ട് കൊടുത്ത് തീ കത്തിച്ചാണ് ഈ യാഗപീഠത്തിനെ കിടത്തിയ യാഗവസ്തുവിനെ ദഹിപ്പിച്ചതെന്ന് ഇസബേലിനോ കൂട്ടർക്കോ പറയാൻ പഴുതടച്ചുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിന്റെ ശുശ്രൂഷയുടെ മേൽ, നിന്റെ ആത്മീയമായ ദൈവിക വെളിപ്പാടിന് മേൽ ആമേൻ ദൈവാത്മാവ് ഇറങ്ങുമ്പോ എന്നെ കേൾക്കുന്ന ദൈവപൈതലെ, ലോകത്തിന് മുമ്പിൽ ഒരു ആശ്ചര്യമായി മാറുമാറ്, ലോകത്തിന് മുമ്പിൽ ഒരു അത്ഭുതമായി മാറുവാൻ ആമേൻ ദൈവത്തിന്റെ പ്രവൃത്തി നിന്നിൽ കൂടി വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോ ലോകത്തിന്റെ കണ്ണുകളുടെ മുമ്പിലുള്ള പഴുതുകളെ അടച്ചായിരിക്കും ദൈവിക ശുശ്രൂഷ ദൈവപൈതലിൽ കൂടി ദൈവം ചെയ്തെടുക്കുന്നത്. ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഏലിയാവിന്റെ യാഗപീഠത്തിന്മേൽ കിടത്തി യാഗവസ്തുവിനെ കത്തിച്ചത്
ആമേൻ, ഏലിയാവ് കൊണ്ട് കൊടുത്തതായ ചൂട്ടുകറ്റ കൊത്തിച്ചുള്ളതായ ഒരു അഗ്നി കൊണ്ടല്ല, സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങുകയാ. സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി കഴിഞ്ഞപ്പോ യാഗപീഠവും യാഗവസ്തുവും തോട്ടിലെ വെള്ളവും മണ്ണ് വരെ കരിച്ചു കളഞ്ഞു. ഒരു മനുഷ്യൻ കത്തിച്ചിരുന്നെങ്കിൽ അത്രയും വലിയൊരു തീ അവിടെ ഇറങ്ങുകയില്ലായിരുന്നു. സ്വർഗം കത്തിച്ചു കഴിഞ്ഞപ്പോൾ ആ ഭൂമിയുടെ മണ്ണുടവൻ കത്തിച്ചു കളഞ്ഞു. കാരണം മണ്ണെടുത്ത് പൂജ ചെയ്ത് കർമ്മം ചെയ്ത് ആ മണ്ണിന്റെ മേൽ ദേശാധിപതി ശക്തിയായിരിക്കുന്ന ഇസബേലും അവളുടെ ജനവും അവരുടേതായ അധികാരത്തോട് താണ്ഡവ നൃത്തം ചെയ്തതായ ഈ മണ്ണിനെ പോലും ശുദ്ധീകരിക്കണമെങ്കിൽ സ്വർഗീയ തീ ഇറങ്ങണമെന്ന് സ്വർഗീയ പിതാവ് വെച്ചിട്ടുള്ളതെങ്കിൽ നിന്റെ പ്രാർത്ഥന അത് വെളിപ്പെട്ട് വരും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, എന്റെയും നിങ്ങളുടെയും ചോദ്യങ്ങളല്ല, അപ്പുറം ചെയ്യുവാൻ. അതല്ലേ നാം വായിച്ചത്? ആമേൻ. വചനത്തിലേക്ക് ഓടി വരുമ്പോൾ നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും ചെയ്യുവാൻ ആമേൻ, പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരോ. നിങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി. ഏലിയാവ് ഒരിക്കലും പ്രാർത്ഥിച്ചില്ല തോട്ടിലെ വെള്ളം പറ്റണമെന്ന്. ഏലിയാവ് ഒരിക്കലും പ്രാർത്ഥിച്ചില്ല ഈ മണ്ണ് കരിയണമെന്ന്. ഏലിയാവ് ഒരിക്കലും പ്രാർത്ഥിച്ചില്ല ദേശത്തിന്റെ ഇതിൽ ആമേൻ ചുറ്റുമുള്ളതായ മണ്ണിനെ കരിച്ചു കളയണമെന്ന്. എന്റെ മകനെ ഏലിയാവേ, നീ മുഴങ്കാല് മടക്കി സ്വർഗീയ പിതാവേ എന്നൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോ സ്വർഗത്തിൽ നിറങ്ങി വരുന്ന തീ ഉണ്ടല്ലോ, നീ ചോദിച്ചതല്ല, അതിനപ്പുറം ചെയ്യുവാ. അഭിഷേകത്തോട് ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, അഭിഷേകമുള്ള ദൈവവൈതലേ, കൃപ പ്രാപിച്ച ദൈവവൈതലേ, നിന്റെ പ്രാർത്ഥനയിൽ നീ ചോദിക്കുന്നതിനപ്പുറം ചെയ്യുവാൻ, ദേശത്തിന്റെ കെട്ടുകളെ അഴിക്കുവാൻ, ദേശത്തിന്റെ അന്യാരാധനെ ബന്ധനകളെ തകർക്കുവാൻ, ദൈവത്തിന്റെ തീ ഇറക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അത് ഏറ്റെടുക്കുന്ന ദൈവവൈതലിനോട് ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ. എല്ലാവരും ഒരിക്കൽ കൂടി പറഞ്ഞാട്ടെ, ചെയ്യുവാൻ, പറയാനല്ല, ചെയ്യുവാൻ. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ കരങ്ങളൊന്ന് ഉയർത്തുക. ഇന്ന് രാത്രി ഞാൻ ദൈവ സ്നേഹത്തിൽ പറയട്ടെ, 2026 എന്ന് പറയുന്ന ഒരു വർഷം ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത്യന്തരം പരമായി നിങ്ങളിൽ കൂടി ചിലത് ചെയ്യുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അത് വിശ്വസിക്കുന്ന ദൈവമക്കളൊക്കെ കരമടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ട്, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ദൈവകൃപ നമുക്ക് കാത്തിരിക്കാം. 2026 വർഷം സർവകൃപാലുവായ ദൈവം സകലവിധ അനുഗ്രഹങ്ങളാലും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് എന്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.